ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത അറിഞ്ഞ ഹെറോദോസ് രാജാവ് ഒത്തിരിയധികം ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ ശിശു തൻ്റെ രാജഭരണത്തിന്, തൻ്റെ രാജ്യത്വത്തിന് ഭീഷണി ആകും എന്ന് കരുതി. അതുകൊണ്ട് തന്നെ ആ ശിശുവിനെ വധിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ആ പ്രദേശത്തുള്ള 2 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും അദ്ദേഹം വധിച്ചത്. തിരുസഭയിൽ ഇന്ന് കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ ആചരിക്കുകയാണ്. പല കാരണങ്ങളാൽ കൊല്ലപ്പെട്ട മുഴുവൻ കുഞ്ഞു പൈതങ്ങളെയും സഭ ഇന്ന് അനുസ്മരിക്കുകയാണ്. അവരിന്ന് സ്വർഗത്തിൽ കുഞ്ഞു മാലാഖമാരായി പ്രശോഭിക്കുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കാം, അവരോട് പ്രാർത്ഥിക്കാം. ശിശുക്കളെ പോലെ നിഷ്കളങ്കരായി ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെയും നമുക്കറിയാം, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, ജഡിക സുഖത്തിന് വേണ്ടിയൊക്കെ കുഞ്ഞുങ്ങൾ ഇന്ന് നശിപ്പിക്കപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് തങ്ങളുടേതായ അധികാരം, തൻ്റെ സുഖം, സമ്പത്ത് നിലനിർത്തിക്കൊണ്ടുപോകാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ക്രൂരത അവസാനിക്കാനും കുഞ്ഞു പൈതങ്ങൾ സംരക്ഷിക്കപ്പെടാനും മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കാനുമൊക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ ഉണ്ടാകാനായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.